നമസ്കാരം. നമ്മുടെ കാർഷിക വിളകൾ ഇന്ന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും രോഗകീട പ്രശ്നങ്ങളുടെ വ്യാപനം കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഈ രോഗകീട പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഞാൻ വിജീഷ് വിശ്വംഭരൻ, അഗ്രി എക്സ്പേർട്ട്, അപ്ടെക് ലിമിറ്റഡ്. ഇന്ന് നമുക്ക് ചീരയിലെ പ്രധാന രോഗമായ ഇലപ്പൊട്ട് രോഗം അഥവാ ഇലപ്പുള്ളി രോഗത്തെ പറ്റിയൊന്ന് മനസ്സിലാക്കാം. അതൊരു കുമിൾ രോഗമാണ്. കുമിളെന്ന് പറഞ്ഞാൽ ഫംഗസാണ് അഥവാ പൂപ്പലെന്ന് പറയും. പ്രത്യേകിച്ചും റൈസക്ടോണിയ സ്പീഷീസ്, കൊളിക്ടോട്രിക്കം ഗ്ലിയോസ്പോറിയ എന്ന ഫംഗസ്, ഇവയൊക്കെയാണ് പൊതുവായി ഇത്തരത്തിൽ ഇലപ്പുള്ളി രോഗം ഉണ്ടാക്കുന്നത് അഥവാ ഇലപ്പൊട്ട് രോഗം ഉണ്ടാക്കുന്നത്. ഈ ഇലപ്പൊട്ട് രോഗം പ്രത്യേകിച്ചും ഇലയുടെ പുറത്ത് വെള്ള കളറിൽ പൊട്ട് പോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വലിപ്പവും ചെറുപ്പവും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ ഈ ഇലപ്പൊട്ടുകൾ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക്, ഒരു ഇലയിൽ നിന്ന് മറ്റു ഇലകളിലേക്ക്, തൊട്ടടുത്ത് നിൽക്കുന്ന ചീരയുടെ ഇലകളിലേക്കൊക്കെ വ്യാപിക്കുകയും ആ പ്രദേശം മുഴുവൻ, കൃഷി ചെയ്തിരിക്കുന്ന ആ പ്രദേശം മുഴുവനായിട്ട് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സാമ്പത്തിക നഷ്ടം കൂടി ആണ്. അപ്പോൾ ഈ രോഗത്തെ നമ്മുടെ കൃഷിയിടത്തിൽ നമ്മുടെ വിളയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ. ഇത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം. ചീരയെ ബാധിക്കുന്ന പ്രധാന കുമിൾ രോഗമായ ഇലപ്പൊട്ട് രോഗം അഥവാ ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കുവാനുള്ള ഏറ്റവും നല്ല ജൈവ ഉപാധിയാണ് അപ്ടെക്കിൻ്റെ സ്യൂഡോമോണാസ്. അപ്ടെക് സ്യൂഡോ എന്നറിയപ്പെടുന്ന സ്യൂഡോമോണാസ് ഫ്ലോറസെൻസ് മിത്ര ബാക്ടീരിയയാണ്. ഈ മിത്ര ബാക്ടീരിയ സസ്യങ്ങളെ ബാധിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള കുമിൾ ബാക്ടീരിയൽ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തി വിളകളുടെ പരിപാലനം കാര്യക്ഷമമാക്കുന്നു. ഈ മിത്ര ബാക്ടീരിയ നമ്മുടെ കൃഷിയിടത്തിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്? നഴ്സറി തലം മുതൽ ഈ ബാക്ടീരിയയെ നമ്മുടെ കൃഷിയിടത്തിൽ ഉപയോഗപ്പെടുത്താം. ദ്രാവക രൂപത്തിലുള്ള മരുന്നാണ് കിട്ടുന്നതെങ്കിൽ 10 മില്ലി, പൗഡർ രൂപത്തിലുള്ളതാണെങ്കിൽ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ പുറത്ത്, ഇലയുടെ അടിഭാഗത്തും ചുവട്ടിലുമൊക്കെ തളിച്ചും സ്പ്രേ ചെയ്തും ഒഴിച്ചുമൊക്കെ കൊടുക്കണം. ഇത് നഴ്സറി തലം മുതൽ തന്നെ ചെയ്യാവുന്നതാണ്. നഴ്സറിയിൽ നിന്ന് പറിച്ചു നടുന്ന സന്ദർഭങ്ങളിൽ അതിൻ്റെ വേരുപടലം സ്യൂഡോമോണാസ് ലായനിക്കകത്ത് മുക്കി വെച്ചതിന് ശേഷം നടാവുന്നതാണ്. ഇങ്ങനെ നടുന്ന എല്ലാ വിളകളിലും, പ്രത്യേകിച്ചും നമ്മുടെ ചീരയിൽ ഇലയുടെ പുറത്തെല്ലാം തന്നെ സ്യൂഡോമോണാസ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതോടൊപ്പം തന്നെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കണം. ഇത് ആഴ്ചയിൽ 1 വീതം ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ചീര വളരെ നല്ല കരുത്തോടുകൂടി ഇലപ്പുള്ളി രോഗങ്ങളെ, ഇലപ്പൊട്ട് രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അത് നല്ല ആദായകരമായ രീതിയിലുള്ളൊരു കൃഷിയാക്കി മാറ്റുവാൻ സഹായിക്കും.